ജപ്തി ഭീഷണിയിലായ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കെട്ടിക്കിടന്ന വെള്ളത്തിൽ കാൽ തെന്നി വീണ് CC മുകുന്ദൻ MLAയ്ക്ക് പരിക്ക്. കഴുക്കോലും പട്ടികയും ദ്രവിച്ച് ചോർന്നൊലിക്കുന്ന വീട്. മഴ പെയ്താൽ തട്ടിടാത്ത വീടിന്റെ ഓടുകൾക്കിടയിലൂടെ വെള്ളം കിടപ്പുമുറിയിലെത്തും. മഴ കനത്താൽ പേടിച്ചു കഴിയണം. ഇതാണ് നാട്ടിക MLA CC മുകുന്ദന്റെ വീട്. കാലപ്പഴക്കമുള്ള ഈ ഓടുവീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. 5.5 സെന്റ് സ്ഥലത്താണ് MLAയുടെ വീട്. മകളുടെ വിവാഹത്തിന് കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും 10 വർഷം മുൻപ് 6 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഒരു തവണ വായ്പ പുതുക്കി. ഇപ്പോഴത്തെ കുടിശ്ശിക 18.75 ലക്ഷമാണ്. ജപ്തിക്കായി ബാങ്ക് നോട്ടീസ് അയച്ചു. MLA ആയതിനാൽ ഇറക്കിവിട്ട് അപമാനിച്ചില്ല. അന്തിക്കാട് ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിലെ അറ്റൻഡറായിരുന്നു മുകുന്ദൻ. ഈ ഇനത്തിൽ തുച്ഛമായ പെൻഷൻ ലഭിക്കുന്നുണ്ട്. MLA ആയപ്പോൾ കാർ വാങ്ങാനായി സർക്കാർ അനുവദിച്ച 10 ലക്ഷത്തിന്റെ തിരിച്ചടവിന് മാസം 28,000 രൂപ വേണം. കൂടാതെ 3 ലക്ഷത്തിന്റെ ബാങ്ക് വായ്പയുമുണ്ട്. 2 തവണ പഞ്ചായത്ത് അംഗമായിരുന്ന ഭാര്യയ്ക്ക് വരുമാനമില്ല. 2 പെൺമക്കൾ താൽക്കാലിക ജീവനക്കാരാണ്. ഇതിനിടയിലാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുത്ത ശേഷം വീട്ടിലെത്തിയ മുകുന്ദൻ വീട്ടിനുള്ളിൽ കെട്ടിക്കിടന്ന മഴവെള്ളത്തിൽ ചവിട്ടി തെന്നി വീണത്. വലതുകാലിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. രാഷ്ട്രീയ കക്ഷിഭേദമന്യേ മുകുന്ദന്റെ ആരോഗ്യവിവരം തിരക്കാൻ ആളുകൾ എത്തുന്നുണ്ട്. MLA എന്നേക്കാൾ ഉപരി നമ്മുടെ ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കാണാൻ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശോചനീയമായ വീടിന്റെ അവസ്ഥയൊക്കെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളത്തിൽ ചവിട്ടി കാല് വഴുതി വീണു. കാല് ഫ്രാക്ചറാണ്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേസമയം ആരും തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും തന്റെ 5.5 സെന്റ് സ്ഥലം വിറ്റ ശേഷം 2 സെന്റ് സ്ഥലം മറ്റെവിടെയെങ്കിലും വാങ്ങി അവിടെ ഒരു മാടം വെച്ച് കെട്ടി താമസിക്കുമെന്നാണ് മുകുന്ദൻ MLA പ്രതികരിച്ചത്. വലിയ പ്രതീക്ഷ ഒന്നും എനിക്കില്ല. എല്ലാവരും സഹായിക്കുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല. എൻ്റെ ഈ 5.5 സെന്റ് ഭൂമി വിൽക്കും. ഏറ്റവും ചെറിയൊരു 2 സെന്റ് ഭൂമി മേടിച്ച് അവിടെ ഒരു മാടം വെച്ച് സുന്ദരമായിട്ട് ജീവിക്കും. അങ്ങനെ വലിയ പ്രതീക്ഷകളുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ജീവിതം എന്തായാലും മരിക്കോളം ജീവിക്കണ്ടേ? അതൊരു സാഹചര്യത്തിലാണ് ഇപ്പം എൻ്റെ മനസ്സ് തുറന്ന് മുന്നോട്ട് പോകുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. വീട്ടിൽ തെന്നി വീണ് കാലിന് പരിക്കേറ്റ് വിശ്രമിക്കുന്ന CC മുകുന്ദൻ MLAയുടെ ചികിത്സാ വിവരങ്ങൾ അന്വേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എങ്ങനെയാണ് അപകടമെന്നും എന്താണ് പറ്റിയതെന്നും ആരാണ് ചികിത്സിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഫോൺ വിളിച്ച് വിശദമായി അന്വേഷിച്ചു. കൂടുതൽ ചികിത്സ ആവശ്യമെങ്കിൽ സൗകര്യമൊരുക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.